ഗായ്സ് സ്വിമ്മിംഗ് പൂളിലേക്ക് പോകാനെല്ലാം റെഡി ആയിട്ടുണ്ട്. കാലത്ത് തന്നെ ചിരാസ് പറഞ്ഞുകൊണ്ട് വന്നേ കുളിക്കാം അവിടെ വെള്ളം തോന്നി. അപ്പോൾ സ്വിമ്മിംഗ് പൂളിലേക്ക് വന്നതിന് കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ട്. ഞങ്ങൾ കാലത്തെ വന്ന് ആരും ഉണ്ടായാലും ഞങ്ങൾ ഈ പുറക്കാട്ടിൽ വീട് ഞങ്ങൾ കുറച്ച് ഒരു സമയത്ത് ഇവിടെ എന്തില്ലാത്തൊന്നുമില്ല, എല്ലാം ഉണ്ടത്. നമുക്കൊരു സംഗതിയുള്ള കഥയല്ല. നീ സംഗതി ആക്കുന്നെങ്കിൽ നിന്റെ തെറ്റാണ്. ആസ്പത്രിയിൽ അങ്ങനെയുണ്ട്. വീഡിയോ എടുക്കുന്നത് ശരിയല്ല. ഇവിടെ കുറെ ആൾക്കാരെല്ലാം ഉണ്ട്, വേറെ ആൾക്കാരുണ്ട്. അപ്പൊ വീഡിയോ എടുക്കാൻ ശരിയല്ല. എടാ നീ തുള്ളേ ഒരിക്കൽ തുള്ളു. അപ്പൊ എന്താ നൂറാനെ വലിച്ചിട്ട് കുളിക്ക്. മുങ്ങറ ഫുള്ള് മുങ്ങേ പോയി തുള്ളേ. ഓക്കെ വലിയ വള്ളം പോട്ട് ആടെ കൊണ്ടിട്ട് അത് പോ നിങ്ങൾ രണ്ടാം തീയതി തിരുവല്ലോ. ആര് ഫസ്റ്റ് നോക്കാം. ഒരിക്കൽ കടുത്തൂറ് വെള്ളത്തിന് ചളിക്കണോനെ. ഭയങ്കര നമുക്ക് കഴിച്ചു കാത്താണ്ടില്ലേ. ഭയങ്കര നടക്കുന്നു. ഞങ്ങൾക്ക് ചളിച്ചു നിൽക്കില്ല. തീരെ വെള്ളത്തിൽ കളിച്ചു കഴിഞ്ഞാൽ അതില്ല. ഇത് ഞങ്ങൾ കുറെ നേരം കുടിക്കാലോ നിശ്ചയ കഴിഞ്ഞിട്ട് നല്ല ചളിക്കുന്നില്ല. ഫുഡ് കിട്ടും. 10 മണി പോകുന്നുണ്ട്. അയ്യോ സ്റ്റെപ്പെല്ലാം പോവാനാകുമ്പോ പിന്നെ ഭയങ്കര തണുപ്പ്. കുളിച്ചിട്ട് പോകുന്നല്ലേ. ഇതെന്തിനാ പയ്യത്തെ കെട്ടിലോ? വയ്യത്തെ കട്ടില് പോലെ ഉണ്ട്. കുളിച്ചിട്ട് പോന്ന് ഇത് നമ്മളോട് തിരക്കാക്കിയിരിക്കുന്നിട്ട് ഉറക്കിന്നേ കാണുന്നില്ല. ഇതാസിപ്പൻ്റെ റൂം അതാ. എൻ്റെ മോള് കിനി എന്തോ തിരിയുന്നുണ്ട്. അവർ ഞങ്ങളെ നോക്കി കൊഞ്ഞനം കാട്ടുകയാണ് ഗൈസ്. ഉറങ്ങാന്നതാ. ഓതാണ് പൂച്ചക്കുഞ്ഞുങ്ങളെ പോലെ പതുങ്ങിയിരിക്കുക രണ്ടെണ്ണം. ആസിയ സെറ്റ് ഗൈസ്. അപ്പൊ ഇന്ന് ഞാൻ വിഭജിച്ച് എന്താക്കുന്ന നമുക്ക് ഫുഡ് ഉണ്ട്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. കഴിക്കാറ്റ് വന്നേ എന്തില്ല
ഫുള്ള് ബഫേ സിസ്റ്റം എന്ത് പണം കണ്ട് കഴിക്കാൻ എന്തെടുക്കണമെന്നറിയില്ല ഫുള്ള് കൺഫ്യൂഷൻ എന്തെടുത്തേ ചപ്പാത്തി നൂഡിൽസ് വെള്ളപ്പം നല്ല ഉണ്ടോ ഫ്രൂട്ട്സിൻ്റെ എല്ലാം ബൈ എടുക്കാൻ വെച്ചേ ബൈ നോക്കുമ്പോൾ എല്ലാ കാര്യം ഒരു ഫ്രൂട്ട്സും ബാക്കി വെച്ചിട്ട് എല്ലാം ചായ വന്നു ഫുഡ് കഴിച്ചിട്ടായി ഇത് എൻ്റെ പ്ലേറ്റ് ചാനലുണ്ടോ അതും പോരാഞ്ഞിട്ടില്ല ഹാഫ് ഫ്രൈ ഓംപ്ലേറ്റും പറഞ്ഞിട്ട് വന്നു താങ്ക്സ് അതല്ല 10 മണിയോളം ഫുഡ് ഉണ്ട് ആസിഫ് എന്നാ 10 മണിയോളം ഇരിക്കുക അപ്പൊ പൈക്ക് കുറച്ച് രാവിലെ എടുത്ത് തിന്നാ അല്ല 9 മണിയാത്ര 1 മണിക്കൂർ ഇരിക്കുക പാല പൈക്ക് 1 മണിക്കൂർ ജ്യൂസ് എടുക്കാൻ പോയി ആടുന്ന് വന്നിട്ട ഫുള്ള് വന്നിട്ട ആസിഫ് ജ്യൂസ് എടുക്കല്ലേ കുപ്പിയിൽ കൂട്ടിക്ക് പറയുന്നത് എന്തോ ഇതോ ഇപ്പോ ആയി 10 മണി 11 മണിയാകുമ്പോ കഴിഞ്ഞ് ബേജാറാന്നില്ലേ ആഡംബര ജീവിതം അവസാനിക്കും ബേജാറാന്നില്ലേ ആ അല്ല നാല് ടൈപ്പ് സോപ്പ് പിന്നെ അതുപോലെ ചീപ്പ് ഷേവിംഗ് മെഷീൻ പിന്നെ ടൂത്ത് ബ്രഷ് പിന്നെ ഹെയർ ക്യാപ്പ് എന്തിനറിയല്ല ഇപ്പൊ കൊടുത്ത പൈസ പോകുന്നതാണ് അപ്പൊ ഇനി വരുമ്പോ അതിന്റെ റേറ്റ് ഉണ്ടാവും ഫുഡും കഴിച്ചിട്ട് കിഞ്ഞി കമോൺ everybody ഫുഡ് മെയിനില്ല എന്ത് ബാഗുണ്ട് അതെന്തില്ല ഏകദേശം എല്ലാം കാലിയായിനാവാ ജ്യൂസ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് എല്ലാം ഉണ്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട് എന്നല്ല എല്ലാം ഉണ്ട് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം കഴിയാനാ മാസികല്ല ഇനി ഇങ്ങോട്ട് തിരിച്ചു തരാനില്ല ഇപ്പൊ വേണ്ടതല്ല കീന്നതിന് മുമ്പ് എല്ലാം തോന്നിട്ട് തീർത്തു വാവ് എന്തോ പാണ്ടത്തിലേക്ക് കയറിയ സിൻസിന ഇത് ആ അവളെ കുറച്ച് നിർത്തിക്കോ അവൾക്ക് കുറച്ച് പേടിയാട്ടെ ഒന്ന് കഴിഞ്ഞിട്ട് കളിച്ചാ മതി അപ്പൊ നമ്മൾ അതൊക്കെ ഇതാക്കാൻ സമയമായി ഫുൾ റെഡിയായി ബാൽക്കണിയിലൊരു ദീർഘശ്വാസം വലിച്ചിട്ട് അങ്ങ് പോകുന്നത് ഞാൻ അങ്ങ് വിടുന്നതാ ഇതാണ് നമ്മളെ റൂമിന്റെ പുറത്ത് സൈഡ് ഇതാ ഇപ്പൊ എന്താ ജിമ്പിൾ സെറ്റ് ആക്കി കണ്ടില്ല സെറ്റ് ഇത് നമ്മളെ റൂം ബാക്കില് രണ്ട് പിക്ക് എടുക്കാൻ വേണ്ടിട്ട് നമ്മളിത് യൂട്യൂബ് വീഡിയോ ഇതിലെന്തോണ ആവശ്യമല്ല എന്ത് പ്രശ്നമില്ല പണ്ടൊക്കെ വിളിച്ചിട്ട് എന്ത് ഇതിൽ വിളിക്കാൻ എന്തൊക്കെയല്ല അപ്പൊ ഞങ്ങൾക്ക് ചെല്ലാനുള്ള എന്തല്ലെങ്കിൽ ഞങ്ങളുടെ ഇപ്പോ ഇന്നലെ 2 മണിക്ക് ഇവിടെ വന്നിട്ട് റൂം എടുത്ത് 2 മണിക്കല്ല നമുക്ക് 1 മണിക്ക് തന്നെ ഒരു റൂം ചെക്കിനാക്കി അപ്പോൾ ഇൻഷാല്ല 11 മണി കഴിഞ്ഞു ഓൾറെഡി ഇപ്പൊ നമ്മൾ ചെക്കൗട്ട് സമയം കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല നമ്മളിനി നമ്മളെ പ്ലാൻ എന്താ വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ട് നമ്മൾ നല്ല വട്ടവടവും അത് ഇതെല്ലാം കറങ്ങിട്ട് നമ്മൾ ഇന്ന് കൊച്ചിക്ക് പോയിട്ട് ഇൻഷാല്ല ആടെ സ്റ്റേ ആക്കിയിട്ടാണ് നമുക്ക് ഇൻഷാല്ല മറ്റന്നാ വണ്ടുള്ള അത് ഇതെല്ലാം പ്ലാനിങ്ങുകളുള്ളത് അപ്പോൾ ഇൻഷാല്ല സെറ്റ് അല്ലേ
അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പിന്നെ ഓരോരോ വ്ളോഗിന്റെ അടുത്ത് ഈ പറക്കാട്ട് പറഞ്ഞിട്ടുണ്ടാവും നല്ല റിസോർട്ട് പൈസ 4 റിസോർട്ടിലെല്ലാം നിന്നിട്ടുണ്ടാവില്ല 4 റിസോർട്ടിൽ ഓൾറെഡി നിന്നിന് മാത്രം അവിടെ നിന്ന് റേറ്റ് കുറച്ചൊരു ഹൈലുള്ളത് ഈ ഇവിടുത്തെ പ്രൈസ് അതൊരു ചെറിയ ഡിഫറൻസ് മാത്രം അതിനുള്ള ചെറിയ ഡിഫറെന്റ് അതിനേക്കാൾ എത്രയോ ബെഡ് ഓപ്ഷൻസ് ഉണ്ട് ചെറിയൊരു കൂടിയെങ്കിലേ നിങ്ങൾ ഇത് മിസ്സാക്കാൻ കഴിയല്ല ഞാൻ ചെല്ലാം വേറെ റിസോർട്ടിനെ അപേക്ഷിച്ചിട്ട് ഞങ്ങൾ നിന്നത് കണക്കിനെ നിങ്ങൾ ഇരുന്നതിനെ അറിയാലോ പക്ഷെ നമുക്ക് തോന്നുന്ന ബെസ്റ്റ് റിസോർട്ട് തോന്നും നമുക്ക് പിന്നുണ്ട് പൈസ ഞങ്ങൾ ഇന്ന് വേങ്ങിയാവുക ഞങ്ങൾ ഫ്രീക്ക് ചെയ്ത് കൊടുക്കുന്നല്ല നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇത് എന്ന് നിങ്ങളോട് ഒരു പിരിച്ചെത്തില്ലേ പറഞ്ഞു ബൈ ബൈ ഫോണിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പോവാനായി ഒരേ ഫോൺ കൊടുത്ത് ഞാൻ രണ്ടാളും ആസിഫോ ഇനി ആ ഒരു തണ്ടിന്റെ സഹായം നമുക്ക് വേണ്ട എടുക്കല ഞാൻ മാറ്റട്ടാ വീടെന്തിന്റെ ഉദ്ദേശം ഒരു ഫീലാണ് നമുക്ക് എടുത്തിട്ടുള്ളത് അപ്പൊ കഥാപ്രസംഗം തുടങ്ങാല്ലേ അപ്പൊ നമ്മ ഇവിടുന്ന് വിടുന്നേ ഞങ്ങപ്പോ വിടുന്നതാ പറക്കാട്ട് റിസോർട്ടിൽ നിന്ന് യാത്ര പറയുകയാണ് അവിടെ വെക്കേറ്റാക്കി റൂമെല്ലാം വെക്കേറ്റാക്കി അതിന് നമ്മൾ നിസ്കരിച്ചിട്ട് പള്ളിക്ക് പോയിട്ട് വട്ടവടാടെ കുറച്ച് എന്ത് വ്യൂ പോയിന്റ് എന്താ സിപ്പോ മേനിയ തേനി അത് തേനി റൂട്ടിൽ നമുക്കൊരു പോയിട്ട് പിന്നെ എറണാകുളം പോകും ഞാൻ കുടിക്കാറ്റ് വന്ന നോക്കുമ്പോൾ ഇളനീരുണ്ട് ഇളനീർ കൊണ്ടോ അവിടുന്നൊരു കൊണ്ടവും കുടിച്ച് ചോളം തിന്നിട്ട് ഞങ്ങൾ പോകുന്നത് ഇപ്പൊ പള്ളിക്ക് പോകേണ്ട ടൈമായി ചെക്കന് തല നമ്പരം തുടങ്ങി വാ 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 നൂറ മല്ല കീമ്പ് നോക്കണോ അടിച്ചോ അപ്പൊ നമ്മ മറ്റേ നീനെന്ത് നിന്നെ ഞാൻ ചായക്കൊണ്ടു അതിനെത്ര റേറ്റ് ചോദിക്കാം എത്ര എണ്ണ 50 ഓക്കെ ഇത് ഒരു 2 തന്നൂറ് നോക്ക് ഞങ്ങൾ തിന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇത് തേനി റൂട്ടിൽ ഇങ്ങനെ കയറിയിട്ട് പോകുന്നുണ്ട് ഫുഡെല്ലാം പാർസൽ എങ്ങനെയാവാ എന്ത് പ്രാന്തം പ്ലേസ് അറിയോ ഇതാണ് ലക്കാട്ട് ഞങ്ങൾ പിന്നെ വന്നിട്ട് എടുത്തേക്ക ആസിഫില്ല വന്നിനാണ് തള്ളൊരു ആര് കേൾക്കണം മൂന്നാറ് മറ്റേ തേനി പോകുന്ന റോട്ടിലുണ്ട് ഇവിടെ എന്താ വെച്ചെങ്കിൽ ഇവിടെ മെയിൻ അല്ലെങ്കിൽ ഇതാ ഈ ബാക്ക് ആവുന്ന വ്യൂ ഇല്ലേ അതാണ് ഇവിടെ മെയിൻ ഫുഡ് സസ്യായി ഇവിടെ സൈഡിൽ നിന്നിട്ട് കാക്കുന്നുണ്ടായി വീടുണ്ട് തിരുവനന്തപുരത്ത് കുറേ നേരം ഇവിടെ നിൽക്കാനും കഴിയല്ല ഈ സമയം എന്നില്ലെങ്കിൽ കുറച്ചൊരു ഉച്ച ടൈം വെക്കും അപ്പം ഞങ്ങൾക്ക് ആർക്ക് വട്ടവടക്ക് പോകാനും ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കുറേ സമയം കുറച്ച് നേരം ഹോട്ടലിൽ എടുത്തിട്ട് സെറ്റാക്കി അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ളത് വട്ടവട അപ്പോൾ ലേറ്റാക്കുന്നില്ല ഹോഴ്സ് റൈഡിങ് ആണോ മാട്ടുപെട്ടി ഡാം മാത്രം ഈ സൈഡിൽ വരുന്നില്ല ഡാമിൽ വെള്ളം ഇല്ല ഇതാണ് ഡാം മാത്രം അപ്പുറത്തേക്ക് വെള്ളം വരുന്നില്ല എന്ത് കഥ എന്ത് കണക്ഷൻ എന്താ മിസ്റ്റേക്ക് വെള്ളം നിറഞ്ഞെങ്കിൽ വെള്ളം ഇല്ല ഡാമിൽ വെള്ളം നാട്ടപ്പെട്ട ഈ കോലയിലെ കോലിക്കലി കാലയിട്ടാണ് കുഞ്ഞച്ചൻ ചോളം തന്നിട്ട് ലെവലാക്കാം വണ്ടി തന്നെ ചോളം
മസാല കുറച്ചും കൂടി ഇടായിരുന്നല്ലോ. ഓക്കെ, എരിവ് കൂടുതലാ? എരിവൊന്നുമില്ല. തണുപ്പ് തുടങ്ങി. മാത്രല്ല നമ്മ വന്നിട്ട് തണുപ്പ് തുടങ്ങി. നീ സെൻട്രലിൽ നിന്നോ? ഇപ്പൊ ചെറിയൊരു തണുപ്പല്ല വരാൻ തുടങ്ങി. മൂഡ് ഓണായി. ഓർണിട്ടോണ്ട് പോസിപ്പോ നീ ഓഫ് ആയതല്ല വീഡിയോ എടുത്തില്ല. 1.5 മണിക്കൂർ ഇത് നോക്ക് ഇടല്ല ഫുള്ള് ഭയങ്കര വൈബ്. ഇതൊന്നും കാണാൻ കിട്ടല്ല. അപ്പൊ എന്താ ഞാൻ ബ്ലോഗില് നോക്കാന്ന്. ബ്ലോഗ് എടുത്തിട്ടാ ദുനിയാവ് എടുക്കണം അറിഞ്ഞാ. വീടിന് 3 കേറിയിട്ടില്ലേ, ഒരു സ്ഥലവും ഇല്ല അങ്ങനെ ഒരു എടുക്കാതിരിക്കാനുള്ള. അത്ര എടുക്കാനുണ്ടാവും 3 വന്നിട്ട്. ഞങ്ങൾക്ക് വീഡിയോവും ഫോട്ടോ എടുത്തിട്ട് വീടിന് മൂക്കിലൊക്കെ എത്തിയിട്ടുള്ളത്. ഇപ്പൊ അല്ല നമുക്ക് കാണുമ്പോ എടുക്കുന്നത്. ആസിഫോ വെൽക്കം ടു വട്ടവട ഗ്രാമപഞ്ചായത്ത്. ആസിഫോ നിർത്തിച്ചേ നല്ല ഒതുക്കിട്ട് വെക്കണല്ലോ. അത് ഉള്ളിലേക്ക് കേറ്റല്ലോ. ഇത് 6 മണി കഴിഞ്ഞെങ്കിൽ 6 മണി തുറന്ന് റിച്ചായിരിക്കോ പോയിരുന്നെ. ഇത് തമിഴ്നാടാ? വട്ടവട തമിഴ്നാടാ പഞ്ചായത്ത് തോന്നുന്നുണ്ട്. സംഭവം എന്താ അറിയതേ, ഇത് ഒരു ചെക്കാക്കൂറാ. ചെക്കാക്കിട്ട് നമ്മളെ മാത്രം പിടിച്ചെത്തിച്ചു. അപ്പൊ ചെറിയൊരു പണി കിട്ടിയെന്നല്ല, കുറച്ച് പിന്നെ പറഞ്ഞായിരുന്നു. നമ്മ ഒരു 5-10 മിനിറ്റ് അടങ്ങ് വെയിറ്റ് ആക്കി. അങ്ങനെ അല്ലെങ്കിൽ ഒരെന്ത് കൊണ്ടിട്ടാണ് പോലീസുകാർ എന്ത് പേര് ആക്കിയിട്ടാ. എന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു എന്ത് സംഭവമാണ്. അപ്പൊ ചോദിച്ചിട്ട് ഇവിടെ ഒന്ന് വണ്ടി ഒന്ന് നിർത്തിക്കാൻ കഴിയാലിനെ. ഫോറസ്റ്റ് ഏരിയ വണ്ടി കണ്ടൊക്കെ നേരെ പോവാ വരാൻ തന്നെ നിർത്തിക്കാൻ നമുക്ക് ടൈമും ഇല്ല. എന്തായാലും ഇപ്പൊ 4:55 ആർക്ക് പോവാൻ 1 മണിക്കൂറുണ്ട്, വരാൻ 1 മണിക്കൂറുണ്ട്. അപ്പൊ 6 മണിയാകുമ്പോ അവിടെ ക്ലോസ് ആക്കും, ചെക്ക് പോസ്റ്റ് ക്ലോസ് ആക്കും. അപ്പൊ അതിനാട്ടി മുന്നേ ആകെ 5 മിനിറ്റ് അവിടെ നമുക്ക് സ്റ്റേ ആക്കാൻ ടൈം കിട്ടുന്ന ആകെ. അപ്പൊ ഈ ബേജാറെല്ലാം ചെല്ലിട്ട് പോവാന്നല്ലാതെ വേറെ വഴിയില്ല. അവിടെ പോയിട്ട് വട്ടവട നോക്കാം. വട്ടവട കൊറേ ആയി കേൾക്കുന്നത്. ജസ്റ്റ് കേറിയിട്ട് നോക്കിട്ട് വരാം. വട്ടവട വലിയ കാട്ടുള്ളിലാണ് നമ്മ പോകുന്നത്. വന്യജീവി സങ്കേതമാണ്. ഇവിടെ നിക്കാൻ റൂമുണ്ടാ റാസിപ്പോ? അയാളെന്തില്ല, അവിടെ റൂമുണ്ടില്ല. ഒരുത്തനെയല്ലേ ഞങ്ങൾ സ്റ്റേ ആക്കാൻ വന്നത്. അപ്പൊ റൂമുണ്ടാവും. കാട്ടിലൊക്കെ വന്നിട്ടാകുമ്പോ ഒരു ബേളി പേരുന്ന മോനെ ഭ്രാന്തന്. ഉൾനാട്ടിൽ പ്രവേശിക്കരുത്. ഞാനാ പ്രവേശിക്കല്ല. ഞങ്ങൾ നേരെ ഗ്രാമ സ്ഥലം വർദ്ധയായി. വട്ടവടക്ക് ഇത്ര പബ്ലിസിറ്റി നോക്കാൻ ടൈമില്ല. അങ്ങനെ എന്താക്കുന്നത് ഇത് നോക്കല്ല. വീഡിയോ പിടിച്ചിട്ട് വീഡിയോ അല്ല എന്താ നോക്കുന്നത്. നേരിട്ട് കാണാനുള്ള ടൈമില്ല. നമുക്ക് നാളെ വട്ടവട അങ്ങനെ എന്ത് കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ഫസ്റ്റ് റൂമുണ്ടാ നോക്കാം. ഏത് കാലത്തിൽ കൊലൈന്താനെ കൺമണി തേടി കണ്ടതും കണ്ണിൽ ഞാൻ മിന്നിനി. അല്ല പാട്ടല്ലേ? ഇല്ല, അതൊരു പാട്ട് നമുക്ക് കിട്ടുന്നില്ല. ഇവിടെ ഫുള്ള് വൈബ് എടുക്കുന്ന ജീപ്പിലാവാ. മാത്രമല്ല ജീപ്പ് വന്നിട്ട് ഞമ്മ പൊട്ടു. ഞമ്മക്ക് പോയിടാൻ കഴിയുന്നില്ല. ഓവർടേക്ക് പോലും നോക്കാൻ കഴിയുന്നില്ല. ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ നോക്കി സ്പീഡ് ലിമിറ്റ് 30 ആസിപ്പോ ഫാസ്റ്റ് പോപ്പോ.
എതിർത്ത ജീപ്പ് കുറച്ച് സ്ലോ. താങ്ക് യു ക്ലാസ് ഇട്ടില്ലേമോ? ഈ ഒരു വൈബെല്ലാം ആസ്വദിച്ചിട്ടല്ല പോണ്ടേ. ആസ്വദിക്കുക ജീവിതം, ആസ്വദിക്കുക ജീവിതം, ആസ്വദിക്കുക യൗവനം, ആസ്വദിക്കുക യൗവനം. വരുമോ നീ ആരും നിങ്ങൾക്കായി വട്ടവട അല്ല ടൈമില്ല ഞങ്ങൾക്ക് ഇപ്പൊ 6 മണിക്ക് പുറത്ത് പോകണം. ഇവിടെ ഹണി എന്താ ഹണി ഉണ്ടാ വെക്കുന്നയാ? അല്ല ചേച്ചി ഇവിടെ വേറെ സ്പോട്ട് ഉണ്ടാ കാണാൻ വേണ്ടി നമുക്ക് സമയമില്ല. അതെയാ കൃഷി സ്ഥലങ്ങളാ അതെയാ ഇവിടെ 1/2 കിലോമീറ്റർ എന്താ പറഞ്ഞ 3 കിലോമീറ്റർ അത് കഴിഞ്ഞിട്ട് വേറെ എന്തുള്ള 6 കിലോമീറ്ററാ. ഒത്ത ടൈമില്ല സമയം നമുക്ക് 6 മണിക്കില്ലേ തിരിച്ചെത്തണം. വട്ടവട കാടാണാക്കിയ ചേച്ചി. അതിനുള്ളൊക്കെ വേണ്ടേ? ഇതാ ഹണി സീൻ്റെ ഉള്ള അതിനുള്ളക്കാ ഇതാ അയ്യ എൻട്രി ഉണ്ടല്ലോ. അതിന്റെ ഇതെന്ത് ഡിഫറൻസ്? ഇത് പൈസ കുറവന്നല്ലേ ഇടാ, കൂട്ടിട്ടൊന്നുമില്ലല്ലോ, കുറവല്ല ചേച്ചി. ഇത് 500 ഗ്രാമിന്റെ കുറയോ ഇതിനോട്ട് കുറയതില്ലേ? ഇതെന്ത് സംഭവം? ഇതിനെല്ലാം എത്ര ഉണ്ടെങ്കിൽ ഇതല്ലേ 350 രൂപ മേങ്ങിയ 760 രൂപ ടൂ മച്ച് വിലയല്ലോ. ഇത് നമ്മൾ അന്ന് മൈസൂർ പോയിട്ടാകുമ്പോൾ 200 രൂപ 300 രൂപ ആയിട്ട് മേങ്ങിയ സാധനം 1260 തോപ്പിക്കലാന്നൊരു ഡൗട്ട് ഉണ്ട് ചേച്ചി. ഞങ്ങൾ ഇതന്ന് ആടെ ഇവിടെ പോയിട്ടാകുന്നില്ലേ കുറവിന് മേങ്ങി. ഇവിടെ ഭയങ്കര ബലാണ്. എന്താ അങ്ങനെയാണ് നിങ്ങൾ പറയണ്ട. അങ്ങനെ പറയണം. ഞങ്ങൾ ഇങ്ങനെ പറയില്ലേ ചീത്താവല്ല. നീ വന്നല്ലേ കാസർഗോഡ് കൊടുത്തു ചോക്ലേറ്റ് അല്ല അവര് ട്വിൻസ് അല്ല, അവര് ട്വിൻസ് മാതിരി എടുക്കുന്നത്. എന്തിന് ടോയ്ലറ്റിലേക്ക് 20 രൂപ? നിങ്ങളെ കസ്റ്റമർ അല്ലേ, ഫ്രീ സർവീസ് ആക്കണ്ടല്ലേ? അത് പാറ വെളുപ്പാ ഭയങ്കര ചാമ്പന്നല്ലേ ഞാൻ. വീട് ടോയ്ലറ്റ് ഇല്ലേ ഇവിടെ ചുറ്റി പറ്റിട്ട്? 200 രൂപ ടോയ്ലറ്റ് ആളെ കൊടുക്കണ്ട. തിന്നാനീ കുഴപ്പമില്ല. ടോയ്ലറ്റിലേക്ക് ഉണ്ടല്ലോ. ഞാൻ ഇപ്പൊ വാങ്ങിയല്ലോ, അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഫ്രീ ആയിട്ട് സർവീസ് ആക്കണോ? അതൊന്നുമില്ല. കാസർഗോഡ് എന്തായി പറ്റാലേ? ഇവർക്കൊരു കുഴപ്പമുണ്ട്, ടോയ്ലറ്റ് പറ്റുന്നില്ല ഒന്നും. ഏത് മീൻസ് നേരത്തെ പോയിട്ട് ഇപ്പൊ 20 രൂപ കൊടുക്കാൻ പോയതാ. വെരി ഗുഡ്. ഓക്കെ ഞങ്ങൾ പോകുന്നു ചേച്ചി. ഓക്കെ ബൈ. നമുക്ക് സമയമില്ല, 6 മണിക്ക് അങ്ങോട്ട് എത്തണം. 25-ാണ് വരുന്നത്.
ഫാമാ സ്ട്രോബെറി ഫാമിലേക്ക് പോന്നാ കൊറേ പോണ്ട വേണ്ട കൊറേ പോന്ന വേണ്ട എന്താ അടന്ത് സാധനം മേങ്ങാനുള്ള സാധനം പോണ്ട ലൈവായിട്ട് പഴം പറിക്കാൻ ടൈമില്ല അങ്ങക്ക് ചേട്ടാ ഇങ്ങനെ ബുദ്ധിമുട്ടായി പോ രാവിലെ പോ ചേട്ടാ നമ്മ പോന്ന് ഏടാ എത്തിയാ കഴിഞ്ഞ ഈ കൊറേ അതിങ്ങനത്തെ പാലത്തിലല്ല പോണോ ഗൈസ് ബാ ബാ ബിയമ്പാ പേടിക്കണ്ടല്ലോ ടൈമില്ല കേട്ടാ എത്ര പോവണ്ട നോക്കിട്ട് പറഞ്ഞാ മതി അതന്നെ ഞങ്ങക്ക് നോക്കാൻ ടൈമില്ല നിങ്ങൾ പോയിരിക്കാം ഈ വേലി ഉണ്ടല്ലോ കിള ഉണ്ടല്ലോ വേലി അതാണ് വേലി ഓരോരുത്തർ ഫാമിൽ ഇതുപോലെ ഇട്ട് വെച്ചിരിക്കുന്നത് വന്നിട്ട് പറ്റേ റബ്ബ ഞങ്ങൾ പോയി റാസിപ്പോ ലേറ്റ് എത്ര മണി എത്ര റാസിപ്പോ 5:15 ഞാൻ ഇവിടെ നെൽറ്റല്ലേ പോന്നില്ലേ വൈബുണ്ടല്ലേ സ്ഥലം പോയി 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 അല്ല പയ്യില്ലേ എന്താക്കണേ 6 മണിയായല്ലോ നമ്മള് എന്ത് ചെറിയ ഫാം വെള്ളത്തിലാന്ന് ബൈ ബൈ വട്ടവാട എന്തെല്ലാം കടക്കാണെന്ന് ഇങ്ങോട്ടേക്ക് 6 മണിക്ക് മുമ്പ് എത്തണോ ബേജാറായി പോയി ഞാൻ എന്തില്ല റസ്കോ മൂന്നാമത്തെ സേങ്ങിര് പറഞ്ഞൊന്നുമില്ല വട്ടവടയില് ടൈമില്ല ഞമ്മക്ക് തിരക്കുണ്ട് ഞങ്ങൾക്ക് 6 മണിക്ക് എത്തോ എത്ര സമയത്ത് ഈ പോയിട്ടാ മോനെ സുശീല കിട്ടിട്ടാ ഓർമ്മ കൈ കേൾക്കണ്ടാന്ന് ശിവസിന അത് വരുന്നേ ബിസ്മില്ലാഹി സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ മുഖ്രിനീൻ വഇന്ന ഇലാ റബ്ബിക മുൻകലിബൂൻ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്റെ ഓള് സപ്പോർട്ട് ഉണ്ട് എന്റെ സ്പീഡിന് ഞാൻ കേറ്റാലോ ഒരാൾക്കുള്ള ഓള് സപ്പോർട്ട് എന്റെ ഓള് സപ്പോർട്ട് ഒന്നിന് ആ സൈഡ് വരിയട്ടെ നീ എടുത്തിനേക്കല്ലേ എല്ലാം വണ്ടി ഓട്ടുമ്പോ കച്ചണ്ടാക്കളെ ബയ്യ വലുത് വലുതൊന്നും കണ്ടിട്ടുണ്ടോ ചെറുതൊന്നും കണ്ടു ചെറുത് കണ്ടത് ഒരു സന്തോഷാവും ഈ കാട്ടില വന്നിട്ട് ഇത്രല്ല വട്ടവടക്ക് വന്നിട്ട് ഇത്രല്ല തിരക്കാക്കിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കിട്ടീനെങ്കിൽ എന്തെങ്കിലും ചെറിയ സിനിമ ഈ വണ്ടിയിൽ ഇതാക്കാം ഒരു പോലീസ് നോട്ടിഫിക്കാം 3-2 പെണ്ണുങ്ങ മണ്ട പൊട്ടിക്കണ്ട പ്ലീസ് ഡോണ്ട് ക്ലിക്ക് ചെയ്യല്ലോ ഇവിടെ ആന വന്നെങ്കിൽ ഞമ്മ കുത്തിയിട്ടിട്ട് പോണോ സിപ്പോ ആന വന്നാലും പേടിക്കരുത് കിയാൻ അലൗഡ് ഇല്ല അവിടെ എല്ലാം കിട്ടിയാ എല്ലാം ഞങ്ങൾ പോലീസിനെ പൊട്ടിരിക്കും മക്കളെ ഞങ്ങൾ അത്ര ഉസാറുണ്ട് നല്ല ഇൻഫോർമേഷൻ ആണ് അതന്നെ 30 പോകാനുള്ള അലൗഡ് ഇല്ല അത് നമുക്ക് 6 മണിക്ക് പിന്നെ എത്തണോ ഇല്ലെങ്കിൽ നമ്മൾ ഇത്ര സ്പീഡ് പോകുന്ന നമ്മൾ മെല്ലെ പോകുന്ന ആൾക്കാരല്ലേ
ഈ ഒരു ഇതില്ല സുഖോ ഇവിടെ ഇല്ല സ്വർഗം നല്ല തണുപ്പുണ്ട് ഏരിയയില്. 5:35 നിന്റെ ഫോൺ കാണിച്ചാൽ മതി ഓർക്കാതാ. 6 മണിക്ക് മുമ്പ് എത്തണമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇത്ര സ്പീഡ് വരുന്ന കേസ്. ഞങ്ങൾ ഇത്ര സ്പീഡിന്റെ ആൾക്കാരേ അല്ല. അതും കൂടി ശരിയാണ് നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ കുടുംബാദികൾ, നമ്മളെ കൂട്ടുകുടുംബങ്ങൾ, കുടുംബാദികളെല്ലാം നോക്കുന്നുണ്ട്. നീ എന്നിട്ട് വാക്ക് പള്ളിക്ക് പോയിനല്ലേ? അതിന്റെ ഒരു ടച്ച് കാണുന്നു ഹസ്ബൻഡ് വിശ്വത്തിൽ. വാനത്തെ പൂക്കൾ മയിലുറങ്ങിയില്ലേ, താരാട്ട് പാട്ട് ഉറങ്ങിയില്ലേ. നിക്കതാ ഇല്ലല്ല ബ്ലോഗിലൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയിക്കേ. കൈ കാണിച്ചിട്ട് പോയിരുന്നു. നോർമലി മറ്റേതാക്കി നമ്മളെ കൈ ഒന്നും കാണിക്കണ്ട. കൈ ഒന്നും കാണിച്ചില്ല, കൈയും കാണിക്കില്ല, കാലും കാണിക്കില്ല. ഓരോന്നും അഡ്ജസ്റ്റ് ആക്കിയില്ലെങ്കിലേ കൈയല്ല തല പുറത്തിട്ട് കാണിച്ചു. Don't say like that, stupid words. ആസ്വദിക്കുന്നതായിരിക്കും. ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ട്. ഉച്ചക്ക് മേഞ്ഞത് പൊളിച്ചിട്ട് പോയിട്ടുണ്ടാവും. എന്താ വെച്ചില്ല, വട്ടവടക്ക് 6 മണിക്ക് മുമ്പ് എത്തണമെന്നില്ലേ തിരക്കാക്കിട്ട് ഫുഡ് കഴിക്കാറാകുമ്പോ പാഞ്ഞിട്ട് വന്നത്. മക്കളെ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞത് 6 മണിന്റെ ഉള്ളിൽ പോയിട്ട് പറഞ്ഞോ. അത് ഞമ്മക്കറിയാല. ഞമ്മ 6 മണിക്ക് മുമ്പ് കേറണോ അല്ല സിയ? ഇവിടെ കുടിച്ചില്ല സംഭവം. ഞാൻ പറഞ്ഞത് കറക്റ്റ് പോയിന്റ് ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഞമ്മ വിചാരിച്ചെന്ത് 6 മണിക്ക് മുമ്പ് എത്തണോന്ന് മാത്രം. 6 മണിക്ക് ക്ലോസ് ആക്കുന്നേ. അപ്പൊ ഞമ്മള് നിൽക്കുന്നത് അതിന് മുമ്പ് അതിന്റെ ഉള്ളിൽ കേറണോ? അതന്നെ ചെക്ക് പോസ്റ്റ്. ഷിംസിലെ പോസ്റ്റ് ഓഫീസ്. പോസ്റ്റ് ഓഫീസ്. നിക്കേ. അപ്പൊ ഓരോ ചെല്ലുന്നറിയോ, നിങ്ങൾ 6 മണിക്ക് മുമ്പ് വന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റേ ആക്കണോന്ന്. അപ്പൊ നമുക്ക് സ്റ്റേ ആക്കാനായിട്ട് എന്തോ അവിടെ ഇങ്ങനെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. വന്നാൾക്ക് വലിയ വട്ടപാട്ട ഒരു വട്ട പോലെ ഒരു പട പോലെ നല്ല മോനെ നായി വിളിച്ചിട്ടാ. ഈ നായിനെ വിളിച്ചിട്ടാ. സോറി, നായിനെ കാണിച്ചിട്ട് ബാക്ക് തെറ്റിദ്ധരിക്കൂ. നായി ഉണ്ടായി. സോറി അതല്ലേ ഈനെ കാണിക്കാൻ നോക്കി നോക്കി. ഫൈനലി കഴിക്കാൻ പോകുന്നുണ്ട്. ചായ ഉണ്ടാ? 3 ചായ. ചേച്ചി എങ്ങനെ ഫുഡ് കഴിക്കട്ടോ? ഇവിടെ ഇരിക്കാൻ ജോസിപ്പോ വേണ്ട അടിക്കാൻ സ്ഥലമില്ല. അയ്യോ ഇവിടെ ഇരിക്കാം. ഏത് വൈബ് പ്ലേസ്. ഗൈസ്, അപ്പൊ ഞങ്ങൾ നേരത്തെ ഓർഡർ ആക്കി പാർസൽ കൊണ്ടുവന്ന ഫുഡ് നൂറാന്റെ കയ്യില് ഇപ്പൊ തിന്നുന്ന. ഗൈസ്, ഞങ്ങൾക്ക് ചായ പെട്ടെന്ന് വേണം. ഫസ്റ്റ് കുപ്പൂസ് അടിക്കല്ലേ? ഇത് കുറെ പീസ് ഉണ്ടല്ലോ. പീസ് വേണം കയ്യിൽ വെച്ച. ഇപ്പോ ഫസ്റ്റ് ഒരു പീസ് ഇട്ട് തിന്നാ മതി. എന്ത് ഇത് ഒറ്റ തിന്നാൻ 2 പീസ് അതിൽ വെച്ചു. ചളി ഗൈസ്. പൈച്ചിട്ട് പറക്കണം. പൈച്ചും പറ വരുന്നു. സ്പൈസി എന്തല്ല കേട്ടോ തോന്നുന്നു. സോറി, അതിലെ കൈ ഇടട്ടെ. ഇപ്പൊ കത്തി കുത്താട്ടെ. നമ്മുടെ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്ന് കുറച്ച് ഇറട്ടായി. കുറച്ച് നേരം ഇങ്ങനെ പോയി. ഒന്നും പോയില്ല. അപ്പൊ ഞമ്മല്ല ഒരു ആളെനിക്കുള്ള സ്ഥലത്തേക്ക് എത്തി. അപ്പൊ ഞങ്ങൾ നമുക്ക് നോക്കുന്നുണ്ട് പുറത്ത് എന്തൊക്കെ മീൻ കൊടുക്കാൻ കഴിയുന്ന. മൂന്നാറിന് നിൽക്കാനുള്ള പരിപാടിയിലുള്ള. ഇന്ന് 3 ആളാണ് സ്റ്റേ. ഇൻഷാ അല്ലാഹ്. അപ്പൊ നാളെ രാവിലെ ആയിരിക്കും നമ്മളുടെ വണ്ടർല
ഇന്നിപ്പോ എന്തെങ്കിലും റൂം എടുത്തിട്ടായിരുന്നു നിൽക്കുമോ റിസോർട്ടൊന്നുമില്ല എന്തായാലും നാളെ കാലത്തെ പോന്ന്